പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇപ്പോഴ് പ്രാർത്ഥനയുടെ സമയത്ത് അതായത് കൈകാല് അനങ്ങാത്ത ആൾക്കാരുണ്ട്. ചിലപ്പോൾ കൈ സ്റ്റക്കുമായി പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള രോഗികളുണ്ട്. അതായത് ഇങ്ങനെ ബലം പിടിച്ച് ഇങ്ങനെ ഇരുന്നാൽ അങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ഇടയില്ല കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ, കരഞ്ഞു പോയാൽ അങ്ങനെ ശ്വാസം പിടിച്ചിരിക്കും. ഭയങ്കര അപകടത്തിൽപ്പെട്ട ഇതുപോലെ സ്റ്റിഫായി പോകുന്ന ശരീരഭാഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out your spirit, the fair finger, suck with the precious blood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തെ മരവിപ്പ് രോഗങ്ങൾ, ഉളുക്ക് രോഗങ്ങൾ, കർത്താവ് സ്റ്റിഫായി പോകുന്ന എല്ലാ രോഗങ്ങളെ, പേശികളെ, അസ്ഥികളെ, സന്ധികളെ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കിടപ്പ് രോഗികൾക്ക് വേണ്ടിയാണ്. ആശുപത്രി കിടക്കുന്നവരില്ലേ, ക്വാറന്റൈനിൽ നിരീക്ഷണത്തിൽ താമസിക്കുന്നവരുണ്ട് ഇല്ലേ. പല ഗവൺമെൻറ് ആശുപത്രികളിലേക്കും ഇപ്പോൾ സർക്കാർ പ്രൈവറ്റ് ആശുപത്രിക്കും കോവിഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് സർക്കാർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മളുടെ ഒരു നിയന്ത്രണത്തിൽ നിന്ന് കാര്യങ്ങൾ അത്രയും രോഗികളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ കഴിവുള്ളവരെല്ലാം കൃപയിൽ ഒരേ മനസ്സോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല നമ്മുടെ രാജ്യവും ലോകം മുഴുവനുമുള്ള എത്രയും വേഗം, അതായത് ചിലർ പറയണത് ഒരു കൊല്ലമൊക്കെ നിൽക്കുമെന്നാണ് പറയണത്. അച്ഛൻ പറയണത് എത്രയും വേഗം അതായത് 2 മാസത്തിനുള്ളിൽ ലോകത്തിൽ നിന്ന് മുഴുവൻ ഇത് തുടച്ച് നീക്കപ്പെടണം. അതായത് എന്ത് സോഷ്യലായിട്ടുള്ള സാമൂഹ്യ വ്യാപനമാണെന്ന് പറഞ്ഞാലും നമ്മൾ മനസ്സ് കെടാതെ നമ്മുടെ പ്രാർത്ഥന ചൈതന്യം വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ കൃപയുള്ളവർ അതിൽ ഉറച്ചു നിൽക്കാൻ, അതായത് നിങ്ങളിതിങ്ങനെ വ്യാപനം ഉണ്ടാകുന്ന ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ കൃപയുള്ളവർ മടങ്ങിപ്പോകരുത്. നിങ്ങൾ ആ വിശ്വാസത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കർത്താവ് ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ കാറ്റ് വന്നതുപോലെ ഇതെല്ലാം മാറ്റും. അപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളെ അടിപതറിയെന്ന് വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ജീവിതകാലം മുഴുവൻ നമുക്കൊരു ബാധ്യതയാകും. അതുകൊണ്ട് ഒരിക്കലും വിശ്വാസം കളയരുത്. പ്രത്യാശയോടെ തന്നെ ഒന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ലോകം മുഴുവനും എല്ലാ രാജ്യങ്ങളിൽ നിന്നും കർത്താവേ ഈ ദുർഘടത്തെയും കർത്താവേ ഈ ദുരന്ത രോഗത്തെ യേശുനാമത്തിലെ ശാസിച്ച് യേശുവേ നാമത്തിൽ ഞങ്ങള് ശാസിക്കുന്നു. ലോകത്തുനിന്ന് ഈ വിപത്ത് ഈശോനാമത്തിലെ ഒഴിഞ്ഞു മാറട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇപ്പോഴ് ചിലർ പറയണ ഇത് ഈ ഒരു കാര്യം മാത്രമേ ലോകത്ത് ഉള്ളെന്നാണ്, ആ രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ ദുരിതങ്ങൾക്ക് ഒരു അറുതിയുമില്ല. ഞങ്ങളെ തത്സമയ ജപമാല നടത്തുമ്പോൾ അതിൻ്റെ കമൻറ്റുകളെല്ലാം വായിച്ചു നോക്കും. പ്രാർത്ഥനാ ആവശ്യങ്ങളൊക്കെ എല്ലാം വായിച്ചു നോക്കുക. നിങ്ങളവർക്ക് നിങ്ങളെ വിടുന്ന കാര്യങ്ങളൊന്നും അച്ഛൻ ശ്രദ്ധിക്കണമെന്നാണ്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ മുഴുവൻ ഇരുന്ന് നോക്കും. എന്താണെന്നറിയാമോ എന്ന് നോക്കണത്, ഏതെല്ലാം തരത്തിലുള്ള വേദനയാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. ആ സമയത്ത് ഞങ്ങളെ പിന്നീട് കുർബാന ചെല്ലുമ്പോഴും ജപമാല ചെല്ലുമ്പോഴും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ഞങ്ങൾ പരിശുദ്ധാമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നുണ്ട്. കൃപാസനത്തിൽ നിങ്ങളൊരു ഫോൺ വിളിച്ചാൽ പോലും ഞങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തത്തിലാണ് ഞങ്ങളത് എടുക്കുന്നത്. ഞങ്ങൾക്ക് ഉത്തരവാദിത്തം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോഴേ ഇന്ന് വരെ ഒരിക്കലും നമ്മുടെ ശുശ്രൂഷ ഞങ്ങൾ മുടക്കിയിട്ടില്ല. ഒരു പൈസ ആരോടും മേടിക്കാതെ ഈ നിമിഷം വരെ ഞങ്ങൾ ശുശ്രൂഷ കൊണ്ടുപോവുകയാണ്. ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള വലിയ ചിലവുണ്ടെങ്കിൽ പോലും ഈ നിമിഷം വരെ ചോദിച്ചിട്ടില്ല ആരോടും.
മേടിക്കത്തുമില്ല. കാര്യം ഇത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ജനങ്ങളോടുള്ള സന്ധിപ്പാണ്. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, കൃപാസന ആൾത്താരെ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരെയാണ്. ഇവിടുന്ന് ഞങ്ങളുടെ ബാധ്യതയും ഉത്തരവാദിത്വമാണ് ഈ കാലങ്ങളിൽ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ട് എൻ്റെ മക്കൾ ആ ഒരു ബോധത്തിൽ വേണം ഈ സമയ ജപമാലയിൽ പങ്കെടുക്കാൻ. അപ്പോൾ അത് ശുശ്രൂഷകൾ, അതുപോലെ തന്നെ കൃപാസന ലൈറ്റ് ക്യാൻഡിൽ വഴി മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. മരിയൻ ടുഡേ വെബ്സൈറ്റിൽ നിങ്ങൾ പ്രവേശിച്ച മരിയൻ shrine.com പ്രവേശിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈറ്റ് ക്യാൻഡിലോട്ട് നിങ്ങൾക്ക് പോകാം. അത് മലയാളത്തിൽ ചെയ്യാം, ഇപ്പോഴും ഇംഗ്ലീഷും ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയാം, ഞങ്ങൾ രാത്രിയും പകലും നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കിട്ടുന്ന സാഹചര്യങ്ങൾ ഓൺലൈൻ ഉടമ്പടിയാണെങ്കിലും ഇത്തിരി പാടാണ് ചെയ്യാമെന്ന് ചിലർ പറയുന്നത്. പക്ഷേ എന്നാലും അത് ചെയ്യുന്ന അനേകം മക്കളുണ്ട്. ഇപ്പോൾ നമ്മുടെ തത്സമയ ജപമാലയ്ക്ക് വരുമ്പോൾ അമേരിക്ക, ഇന്നലേക്ക് വന്ന് ആഫ്രിക്ക എന്നൊക്കെ കോൾ വന്നിരിക്കണം. നേരിട്ട് കണ്ട് സംസാരിക്കുകയല്ലേ. അപ്പോൾ ഞങ്ങളത് മുടക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട ജോവിൻ അച്ഛനും ബഹുമാന സിസ്റ്റേഴ്സും ഞാനും ബാക്കി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഇതിൽ സ്റ്റാഫ് കുറേ അംഗങ്ങളുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന ചൈതന്യത്തോടെ ചെയ്യണത്. ഞങ്ങളെല്ലാവരും ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും വിശദീകരിച്ച് പറയാൻ കാര്യം വെച്ചാൽ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം അതാണ്. അതായത് ഈ ദിവസങ്ങൾ കൃപാസനം വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളിലൂടെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് പോയവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് ഇപ്പോഴേ അവർക്ക് എല്ലാം A+ കിട്ടി, പക്ഷേ എവിടെ പോകണമെന്ന് അറിയാൻ പാടില്ല, എവിടെ പഠിക്കണമെന്ന് അറിയത്തില്ല. ചിലർക്ക് മാർക്ക് കുറഞ്ഞു പോയി, ഇനി ട്രൈ ചെയ്യണമെന്ന് അറിയത്തില്ല. ചിലരുടെ ജോലി നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടതിന് തിരിച്ച് കിട്ടുമോയെന്ന് അറിയത്തില്ല. സാമ്പത്തിക കടങ്ങളുള്ളവരുണ്ട്, വാടകയ്ക്ക് പോണവരുണ്ട്, പാട്ടത്തിന് താമസിക്കുന്നവരുണ്ട്, ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ വേദനിക്കുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ പരിശുദ്ധ അമ്മയിൽ ചേർത്ത് പിടിക്കണം. ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യമല്ലാതെ വേറെ എന്ത് വിഷയം ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള അൾത്താറയിൽ നിങ്ങൾ ഈ സമയം സമർപ്പിക്കേണ്ട സമയമാണ്. പരിശുദ്ധ അമ്മ നിങ്ങൾ മുഴുവൻ പ്രാർത്ഥനകളെ ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട. ശ്രുതികട ഹല്ലേലൂയ. കർത്താവെ അങ്ങനെ തിരുസന്നിധിയിലെ കർത്താവ് കൃപാസനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളെയും, പ്രാർത്ഥനാ സഹായങ്ങളെയും, രോഗങ്ങളെയും, ജീവിത ആവശ്യങ്ങളെയും കർത്താവെ അങ്ങനെ തിരുസന്നിധി തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരുണ അതിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവ് ജോലി നഷ്ടപ്പെട്ടവരെ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വിവാഹം നടക്കാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്തവരെ, കർത്താവെ ജീവിത പങ്കാളിയുമായിട്ട് പേര് പിരിച്ച് താമസിക്കുന്നവർ, അതിന് കേസ് പറഞ്ഞിരിക്കുന്നവർ, കർത്താവ് പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവർ, കർത്താവ് പ്രളയത്തിൽ വേദനിക്കുന്നവർ, കർത്താവ് കടൽ കയറി കുടുംബങ്ങൾ മുങ്ങിപ്പോയിട്ടുള്ള ചെല്ലായം പോലെയുള്ള വ്യത്യസ്തമായ ഇടങ്ങളിൽ കർത്താവ് എല്ലാം ശാശ്വതമായ പരിഹാരം അവർക്കുണ്ടാകാൻ വേണ്ടി കർത്താവെ ദിനത്തിൻ്റെ മുഴുവൻ രോഗങ്ങളെ, കണ്ണുനീരുകൾ കർത്താവെ ഇനി എല്ലാം അങ്ങനെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ അവരൊക്കെ ആവശ്യിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പ്രിയ അഭിഷേകമേ, ഓ പ്രിയ അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. ഓ പ്രിയ അഭിഷേകമേ, ഓ പ്രിയ അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. ശുശ്രൂഷയുടെ സമാപന ആശീർവാദമാണ്. എന്തെങ്കിലും വിഷയങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ അച്ഛൻ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈ ആശീർവാദ സമയം ഈശോയ്ക്ക് സമർപ്പിക്കുക. ആ മേഖലയിൽ നിങ്ങൾക്ക് സാക്ഷികളാകാനും സാക്ഷ്യം പറയാൻ കഴിയും. സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ശുശ്രൂഷ ഇന്ന് തന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ളവരും യൂട്യൂബിൽ കണ്ടിട്ടുള്ളവരും ഇപ്പം തന്നെ ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം മഹത്വപ്പെടരുത്. അപ്പോൾ ദൈവം നിങ്ങളെയും മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് രണ്ട് കൈകൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. കരങ്ങൾ വീശി അമ്മയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആവേ ആവേ മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ ആവേ മരിയ. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ആദ്യമേ പറയുന്നു. എൻ്റെ പേര് ആൻസി ജിജോ. ഞങ്ങൾ മാവേലിക്കരയിൽ നിന്നും വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ജിജോ ജോസഫ്. ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞ് എൽന മരിയ. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ്. ഇതിനു മുൻപ് ഞാൻ 2 തവണ കൃപാസനത്തിൽ വന്നെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചില്ല. അന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെയും കൊണ്ടാണ് ഇവിടെ വന്നിരുന്നത്. അപ്പോൾ എൻക്വയറി ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ഉടമ്പടി ക്ലാസ് ഉണ്ട്, അതിനുശേഷമേ ഉടമ്പടി എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ കൈക്കുഞ്ഞായതുകൊണ്ട് അത്രയും സമയം കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി. ഞങ്ങൾ തിരിച്ചു പോയിട്ട് വീട്ടിൽ വന്ന് കൃപാസനത്തിൽ തിരിച്ചു വന്ന് ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി ഉള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ വേണ്ടാന്ന് തന്നെ വെച്ചു. അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നതാകും ശരി. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി പല കാര്യങ്ങളെയും കുറിച്ച് തടസ്സങ്ങൾ വന്നപ്പോൾ പിന്നീട് വന്നത് കൃപാസനം തന്നെയാണ്. ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ആളുകൾ ഞങ്ങളോട് പറഞ്ഞു, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക. അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു. എന്തു തന്നെയായാലും വീണ്ടും കൃപാസനത്തിൽ ഞങ്ങൾ വന്ന് ഞാൻ ഉടമ്പടിക്കായി കയറി. എല്ലാവരെയും പോലെ തന്നെ ആദ്യമായി എൻ്റെ ഭൗതികപരമായ ആവശ്യങ്ങളാണ് ഞാൻ ആ നിയോഗത്തിൽ വെച്ചത്. പക്ഷെ നിയോഗത്തിൽ വെച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ പോയെങ്കിലും ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന നിബന്ധനകളൊന്നും ഞാൻ പാലിക്കുവാൻ തയ്യാറായിരുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുമ്പസാരമായിരുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ട് വേണം ഉടമ്പടി പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഉടമ്പടി ജീവിതം നയിക്കുവാനെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് മനഃപൂർവ്വമായി തന്നെ മാറ്റിവെച്ചു എന്ന് പറയുന്നതാവും ശരി. പ്രാർത്ഥനയൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങി, സാക്ഷ്യങ്ങളൊക്കെ ചെറുതായിട്ട് കേട്ടു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. പതിയെ ഞാൻ ഉടമ്പടിയെ സ്നേഹിക്കുവാൻ തുടങ്ങിയെന്ന് പറയുന്നതാവും ശരി. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ പള്ളിയിൽ വിശുദ്ധ കുർബാന ബുധനാഴ്ച നടക്കുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ വൈകുന്നേരം മാതാവിൻ്റെ നൊവേനയും ഉണ്ട്. എന്നാൽ കുർബാനയിൽ സംബന്ധിച്ച് നൊവേനയിലും കൂടാമെന്ന് കരുതി ഞങ്ങളുടെ മൂത്ത കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ കുർബാനയ്ക്കായി പോയി. അപ്പോൾ ഇളയ കുഞ്ഞിനെ വീട്ടിൽ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞു, കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു, കുഞ്ഞ് കളിക്കുകയായിരുന്നു, ഒരു പാട്ടയൊക്കെ എടുത്ത് വെച്ച് അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തോ മൂക്കിലിനുള്ളിൽ കയറ്റിയെന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കി, ഒന്നും കണ്ടില്ല. അപ്പം അടുത്ത് വന്ന ആളുകളൊക്കെ പറഞ്ഞു, മൂക്കിലെന്തെങ്കിലും കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കത്തില്ല. ഞാൻ പറയുന്നാലും ഹോസ്പിറ്റലിൽ പോകാം, വേണ്ട എന്നെല്ലാവരും പറഞ്ഞു. അപ്പം ഞങ്ങളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. വൈകിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി മൂക്കിൻ്റെ പാലത്തിന്മേലൊക്കെ വരച്ചിട്ട് പറഞ്ഞു, മാതാവേ എന്തെങ്കിലും ഇവളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നീയായിട്ടങ്ങ് മാറ്റി തന്നേക്കണമേ എന്നും അങ്ങ് പറഞ്ഞു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ മിക്സറിനകത്തിൽ നമ്മൾ കാണുന്ന ചെറിയൊരു ഉണ്ട പോലത്തെ സാധനമാണ് ഇറങ്ങി വന്നത്. ഞങ്ങളത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചിരുന്നു. പിന്നീട്
കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് ശക്തമായിട്ട് മൂക്കൊലിപ്പൊക്കെ വരാൻ തുടങ്ങി. ഞങ്ങൾ പീഡിയാട്രിഷ്യനെ കൊണ്ടുപോയി കാണിച്ചപ്പം പീഡിയാട്രിഷ്യൻ പറഞ്ഞു പനിയായിട്ടൊന്നുമില്ല കുഞ്ഞിന്, ചിലപ്പം കാലാവസ്ഥയുടെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം മൂക്കിൽ നിന്നിങ്ങനെ ശക്തമായി മൂക്കൊലിപ്പൊക്കെ ഉണ്ടാകുന്നത്, നേസൽ ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷെ കുഞ്ഞ് എന്ത് സമ്മതിച്ചാലും മൂക്കിൽ പിടിക്കാനോ നേസൽ ഡ്രോപ്പ് ഒഴിക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഉടമ്പടി തൈലം തൂത്തു എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ജൂൺ മാസം 2025 ജൂൺ മാസം 1-ാം തീയതി ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ ഓർമ്മ ദിവസമായിരുന്നു. ഞങ്ങളന്ന് കുർബാനയിൽ സംബന്ധിച്ച് സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥനയൊക്കെ നടത്തുന്ന സമയത്ത് ഞങ്ങളുടെ വികാരി എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ച് ബ്ലെസ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചു, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണച്ചു. നീ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ, നിൻ്റെ പ്രാർത്ഥനയിൽ എന്തോ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലച്ചോ, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്, എന്തായാലും നീ കുറച്ചും കൂടി നന്നായിട്ട് പ്രാർത്ഥിക്കുവാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രയാസമായിരുന്നു. അച്ഛൻ എന്താണ് അങ്ങനെ പറഞ്ഞത്, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ബഹളമൊക്കെ വെക്കുന്നുണ്ടല്ലോ, നമ്മളിനി എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നതെന്നൊക്കെ വെച്ചു. മാതാവ് എന്തുകൊണ്ടാണ് അപ്പം നമ്മുടെ പ്രാർത്ഥന അങ്ങനെയൊന്നും കേൾക്കാത്തതെന്ന് വരെ എനിക്കങ്ങ് തോന്നിപ്പോയി. ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടിരുന്നപ്പം ഈ കുഞ്ഞ് മാതാവിൻ്റെ നമ്മൾ നീലത്തിരി കത്തിച്ച് വെച്ചിരിക്കുന്ന മെഴുക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉരുകി വീണത് ഇവളുടെ അടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അത് കണ്ടു കളിക്കുന്നത്. കുഞ്ഞ് അത് കയ്യിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പുറകിലുള്ള സോഫയിലേക്ക് കയറിയിരുന്നു. അങ്ങനെ കയറിയിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ പെട്ടെന്ന് കരയാൻ തുടങ്ങിയിട്ട് മൂക്കിൽ വിരൽ വെച്ചിട്ടാണ് കുഞ്ഞ് ശക്തമായിട്ട് കരയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നോക്കിയപ്പോൾ ഇവിടെ കയ്യിൽ മെഴുകൊന്നും കാണുന്നൊന്നുമില്ല. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ ഇല്ലായിരുന്നു, ENT ഇല്ലായിരുന്നു. ഞായറാഴ്ചയാണ്, ഞങ്ങളുടെ അടുത്തെങ്ങും വേറെ ഹോസ്പിറ്റലുകളൊന്നുമില്ല. ഞങ്ങൾ മാവേലിക്കരയിൽ തന്നെയുള്ള വീട്ടിൽ നോക്കുന്ന ഒരു പീഡിയാട്രിഷ്യനെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ പറഞ്ഞു മൂക്കിനുള്ളിൽ എന്തോ ഇരിപ്പുണ്ട്, പക്ഷേ അത് ഡോക്ടർക്ക് എടുക്കാൻ സാധിക്കത്തില്ല, അതൊരു ENTക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. മൂക്കിനുള്ളിൽ നമുക്ക് ഒത്തിരി അങ്ങ് പ്രഷർ ചെയ്യാൻ പറ്റത്തില്ല, ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അകത്തേക്ക് കയറിപ്പോകും. അപ്പോഴാണ് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞത്, മൂക്കിനുള്ളിൽ എന്തെങ്കിലും കയറിപ്പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷനായിട്ട് മൂക്കിൽ നിന്നും മൂക്കൊലിപ്പുണ്ടാകുകയും ബ്ലഡ് വരികയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവൾക്കുണ്ടായിരുന്നു, നമ്മളത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. അപ്പോൾ ഞങ്ങൾ എന്ത് തന്നെയായാലും ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്തു, തട്ടാരമ്പലം ഞങ്ങളുടെ അടുത്തുള്ളൊരു സ്ഥലമാണ്, അവിടെ VSM എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട്, അവിടേക്ക് നിങ്ങൾ വേഗം തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ തന്നെ വേഗം തന്നെ കൊണ്ടുപോയി അവിടെ കാഷ്വാലിറ്റിയിൽ കയറി കാണിച്ചു. ഡോക്ടർ നോക്കിയപ്പം സാധനം ഉള്ളിലുണ്ട്. അപ്പോൾ ഈ സമയത്തെല്ലാം തന്നെ ഞാൻ ഉടമ്പടി തൈലം എടുത്തവിടെ മൂക്കിൽ തേച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് പറഞ്ഞു, മാതാവേ, ഞാൻ ചോദിക്കാതെ നീ എനിക്ക് ദാനമായി തന്ന കുഞ്ഞാണ്. ഇതിനു മുൻപ് എനിക്ക് ലഭിച്ച കുഞ്ഞിനെ ഞാൻ ജപമാല ചൊല്ലി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് കിട്ടിയതാണ്. ഈ കുഞ്ഞിനെ ഞാൻ ചോദിക്കാതെ തന്നതാണ്. ഇതിനൊരാപത്തും വരാതെ നീ കാത്തുകൊള്ളണേന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. ഉടമ്പടി കാശുരൂപം കയ്യിൽ മുറുകി പിടിച്ച് മനസ്സിൽ വിശ്വാസ പ്രമാണം ചൊല്ലി കുഞ്ഞിനെ ഞാൻ മടിയിലിരുത്തി. ഡോക്ടർ നോക്കി എന്തോ ഒരു നീളത്തിലുള്ളൊരു സാധനം കുഞ്ഞിൻ്റെ മൂക്കിനുള്ളിലേക്ക് ഇട്ടു. കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് ഇറങ്ങി വന്നത് വട്ടത്തിലുള്ളൊരു വലിയ ഞട്ടാണ്. ആ ഞട്ട് എത്രയും ദിവസം കുഞ്ഞിൻ്റെ മൂക്കിലിരുന്നെന്ന് ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർ അവിടെ വെച്ച് തന്നെ മരുന്നുകളൊക്കെ ഒഴിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം തിരിച്ച് ഈ കുഞ്ഞവിടെ കിടന്നുറങ്ങി. എഴുന്നേറ്റിട്ട് കഴിഞ്ഞിട്ട് കുഞ്ഞ് മൂക്കിലൊന്ന് പിടിച്ചു. അപ്പോഴാണ് മാതാവിൻ്റെ തിരി മൂക്കിനുള്ളിൽ നിന്നും തനിയെ ഇറങ്ങി വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടെന്ന്. കാരണം ഞങ്ങൾ അശ്രദ്ധമായി വിട്ടൊരു കാര്യം മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നു. നിങ്ങളുടെ കുഞ്ഞിന് അത്യാഹിതം സംഭവിക്കാമായിരുന്നു, അതിൽ നിന്നും മാതാവ് ഞങ്ങളുടെ കുഞ്ഞിനെ എടുത്തുയർത്തിയെന്ന് തന്നെ പറയാം. അതിന് മാതാവിനോട് 1000 നന്ദി ഞാൻ പറയുന്നു. രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ട് പാസ്സാകുക എന്നതായിരുന്നു. ഞാൻ 3-4 തവണ കേട്ടിട്ട് എഴുതിയൊരു വ്യക്തിയാണ്. എനിക്ക് 2-3 മാർക്കിനൊക്കെയാണ് കേട്ടിട്ട് ഫെയിൽഡായി പോകുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ ഉടമ്പടി എടുത്തപ്പം അതിൽ നിയോഗമായിട്ട് സമർപ്പിച്ചു, മാതാവേ, എനിക്ക് കേട്ടിട്ട് പാസ്സാക്കി തരണേ. എൻ്റെ മെറിറ്റിനാൽ ഇത് എനിക്ക് ജയിക്കുവാൻ സാധിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
നിൻ്റെ ഇഷ്ടമാണെങ്കിൽ നിനക്ക് എപ്പോഴാണോ എനിക്കിത് തരാൻ ആഗ്രഹം, നീ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ നിയോഗത്തിൽ വെച്ചു. ഞാൻ അത് വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുമായിരുന്നു, നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ലെന്ന്. അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ ഞാൻ എൻ്റെ നിയോഗങ്ങൾ ഇന്നതൊക്കെയാണെന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഞാൻ ആകെ പറയുന്നത്, മാതാവേ നിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും മാറ്റണമേ എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. അങ്ങനെ പരീക്ഷയുടെ ദിവസമെത്തി. അതിനു മുമ്പ് സെപ്റ്റംബർ 15-ാം തീയതി ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയൊക്കെ ലഭിച്ചു. തിരിച്ച് വീട്ടിൽ ചെന്ന് 19-ാം തീയതി എക്സാമാണ്. അപ്പോൾ 18-ാം തീയതി കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഞാൻ പരീക്ഷയൊക്കെ എഴുതി വീട്ടിൽ വന്ന് ആൻസറൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ ഫെയിലാണ്. അപ്പോൾ ഞാൻ അന്നേരം ചോദിക്കുന്നുണ്ട്, മാതാവേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ എന്നെ ഫെയിലാക്കിയത് എന്ന് ചോദിച്ചു. പക്ഷെ റിസൾട്ട് വന്നപ്പം ഞാൻ പാസ്സാകുന്നതായും എനിക്ക് കണ്ടു. അപ്പം ഞാനത് രാവിലെ എഴുന്നേറ്റിട്ട് കുർബാനയ്ക്ക് പോയപ്പോഴും ഇത് തന്നെ അവിടെയുള്ള മാതാവിനോട് ചോദിച്ചു, മാതാവേ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ കണ്ടത്? ചിലപ്പോൾ നീ എനിക്ക് വേണ്ടി വലിയൊരു സാക്ഷ്യം എനിക്ക് വേണ്ടി കരുതി വയ്ക്കുകയാണോ? എങ്കിൽ എന്തു തന്നെയാണേലും ഞാനത് ഇരുകരങ്ങളിൽ നീട്ടി സ്വീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ പരീക്ഷയൊക്കെ എഴുതി. പതിവ് പോലെ തന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്നു കഴിയുമ്പം ഈ യൂട്യൂബിൽ ഈ പഠിപ്പിക്കുന്ന ആൾക്കാരെ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സൊക്കെ ഇടും. ആ സമയത്ത് ഞാൻ വാല്യുവേഷൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പാസിംഗ് മാർക്ക് പോലും ഇല്ല. അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമായി. ഞാനെങ്കിലും മാതാവിനോട് പറഞ്ഞു, മാതാവി ഇതിപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെയാണല്ലോ, നിൻ്റെ ഇഷ്ടം എന്താണോ അത് എന്നിൽ നിറവേറട്ടെ. ഇതും പറഞ്ഞ് എനിക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞ് ഞാൻ ഇനി നിന്നെ വിളിക്കാതിരിക്കാനൊന്നും പോകത്തില്ല. ഞാൻ നിന്നോട് ഇപ്പോഴേ ഉറപ്പ് തരികയാണ്, ഞാൻ പ്രാർത്ഥിക്കും, അതുപോലെ തന്നെ പള്ളിയിൽ പോവുകയും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യും. കാരണം എനിക്കിനി ഈ വിശ്വാസത്തിൽ നിന്നും പുറമോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇത് എനിക്ക് നീ നെഗറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ നീ എനിക്കത് സ്വീകരിക്കാനുള്ളൊരു കൃപ തന്നാൽ മതി, അതിനുള്ള ആത്മബലം നീ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇനിയും ഞാൻ റിസൾട്ട് വരുമ്പോൾ മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ ഇരുന്നു. അങ്ങനെ ഇരിക്കെ നവംബർ മാസത്തിൽ റെക്ടിഫിക്കേഷൻ വന്നു. ഞാൻ നോക്കിയില്ല. അന്ന് ഞാൻ സാക്ഷ്യം കേട്ടപ്പം ഒരു ചേച്ചി ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. മാതാവിൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റായിട്ട് അവർക്ക് ഇന്ന കാര്യം വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാനും അതുപോലെ പ്രാർത്ഥിച്ചു, മാതാവേ ഡിസംബർ മാസം അമ്മയുടെ പ്രത്യക്ഷീകരണ മാസമല്ലേ, ആ മാസത്തിൽ അമ്മ എനിക്ക് തരാൻ ഇഷ്ടമാണെങ്കിൽ എന്നെ അതൊന്ന് പാസ്സാക്കി തരുമോ എന്ന് ചോദിച്ചു. അഥവാ അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ മാസം 3-ാം തീയതി ബുധനാഴ്ചയാണ് എൻ്റെ റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആകെപ്പാടെ പേടിയായിരുന്നു നോക്കാൻ പോലും. ഞാൻ ഓടിച്ചെന്ന് 2 തിരികളും എടുത്തു വെച്ച് കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് റിസൾട്ട് ഞാൻ നോക്കി, ക്വാളിഫൈഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതെനിക്കറിയാം എൻ്റെ മെറിറ്റിനാൽ കിട്ടിയ കാര്യമേ അല്ലെന്ന്. ഞാൻ പരീക്ഷയ്ക്ക് പോയ സമയത്ത് ഉടമ്പടി ഉപ്പ് ഞാൻ എൻ്റെ ഡെസ്കിലും ഞാൻ എൻ്റെ സീറ്റിന് താഴെയും ഇട്ട് വിതറി. ഡെസ്കിൽ വെച്ചിരുന്ന കുറച്ച് ഉപ്പ് തരികൾ OMR ഷീറ്റ് കിട്ടിയപ്പോൾ ആ ഷീറ്റിൻ്റെ പുറത്തിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എല്ലായ്പ്പോഴും ഞാൻ പരീക്ഷ എഴുതുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സിങ്ങുകളൊക്കെ എനിക്ക് സംഭവിക്കും. പ്രത്യേകിച്ച് പാർട്ട് 2 എഴുതുന്ന സമയത്ത് ഓപ്ഷൻ സിക്ക് പകരം ഓപ്ഷൻ ഡി കറുപ്പിക്കുക, അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം എനിക്കതൊന്നും ചെയ്യേണ്ടി വന്നില്ല. എല്ലാം എന്തോ യാന്ത്രികമായി തന്നെ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. വളരെ സമാധാനപൂർവ്വമാണ് ഞാൻ പോയി പരീക്ഷയൊക്കെ എഴുതിയിരുന്നത്. അതിനാൽ തന്നെ ഞാൻ ഓടി വന്ന് അന്നേരം തന്നെ മാതാവിനോട് നന്ദി പറഞ്ഞു. പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ട് പറഞ്ഞു, ഞാൻ കേട്ടിട്ട് പാസ്സായി, ഇതെൻ്റെ അമ്മ എനിക്ക് നേടിത്തന്നാന്ന് പറഞ്ഞ് അന്നേരം തന്നെ ഞാൻ അമ്മയുടെ നാമത്തെ മഹത്വപ്പെടുത്തി. പിന്നെ മറ്റൊരു സാക്ഷ്യമെന്ന് പറയുന്നത്, ഞങ്ങൾ 2023 ഞങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങിച്ചായിരുന്നു വീട് പണിയാനായിട്ട്. അപ്പോൾ ആ സ്ഥലം വാങ്ങിച്ച് 2023 തന്നെ ഞങ്ങൾ കല്ലിട്ട് അങ്ങനെ തന്നെ കിടന്നതല്ലാതെ വേറെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. 2024 ജനുവരി മാസത്തിൽ ഞങ്ങൾ അതിൻ്റെ ഫൗണ്ടേഷൻ കെട്ടി. 2024 ഡിസംബറിലാണ് ഞങ്ങൾ എന്നെ കട്ടള വെച്ച് കഴിഞ്ഞിട്ട് മുന്നോട്ട് പണിയൊന്നും പോകുന്നൊന്നുമില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി നിയോഗം വെച്ചത്, മാതാവേ തടസ്സം കൂടാതെ പണികളൊക്കെ നന്നായിട്ട് പോകണേ എന്നായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു വീഴ്ചയും വരാതെ ആ സമയത്ത് കോൺട്രാക്ടർക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ എവിടെ നിന്നാണെന്നറിയില്ല, എങ്കിലും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ മാതാവ് കൊണ്ടുവന്ന് നമ്മൾക്ക് ഏൽപ്പിച്ചു തരുന്നത് പോലെ തോന്നി. അത് ഇപ്പോൾ വീടിൻ്റെ ഫുൾ തേപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി ബാക്കി കുറച്ച് വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ.
പിന്നീട് മാതാവിൻ്റെ അടയാളങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ ഈ കൂടുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എന്തെങ്കിലും നിൻ്റെ ഒരു അടയാളം എനിക്ക് നീ തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു ഷോപ്പിൽ പോയപ്പം അവിടെ ഒരു ഗ്രേ കളർ ചുരിദാറിട്ട് ഒരു ചേച്ചി വന്നായിരുന്നു. ആ ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മോളെ കൃപാസനം പത്രം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, വീട്ടിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അല്ല മോളെ, ഞാനിത് തരാനായിട്ട് വന്നതാ എന്ന് പറഞ്ഞു. ബാഗ് തുറന്നു, പക്ഷെ ബാഗിനകത്തിൽ പത്രമൊന്നും കണ്ടില്ല. ആ ചേച്ചി എൻ്റെ തോളത്ത് തട്ടിയിട്ട് ചോദിച്ചു, മോളെ നീ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ലമ്മേ, സാക്ഷ്യം പറയാറൊന്നും ആയില്ല. അന്നേരം എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, നിനക്ക് ഉടനെ തന്നെ സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മ എങ്ങനെയാണ് വന്നത്? അതെൻ്റെ മകനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്, അവൻ താഴെ നിൽക്കുകയാണ്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് അവിടെ ആ ഫ്ലോറിലും താഴെയൊക്കെ ഞങ്ങൾ പോയി ആ ചേച്ചിയെ നോക്കിയെങ്കിലും കണ്ടില്ല. അത് മാതാവ് എനിക്ക് തന്ന ഒരു അടയാളമാണെന്ന് ശക്തമായി തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഡിസംബർ 7-ാം തീയതി അമ്മയുടെ പ്രത്യക്ഷീകരണ ദിനമായിരുന്നല്ലോ. അന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്ന് അമ്മയെ ഒന്ന് വണങ്ങണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല. അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു കൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് ഞങ്ങൾ നീലത്തിരിയിൽ മാതാവിൻ്റെ വിമല ഹൃദയം അന്ന് തന്നെ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുണ്ടായി. അത് 2ാമത്തെ പ്രാവശ്യമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ തിരിയിൽ ഹൃദയം കാണാൻ സാധിച്ചത്. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ആത്മീയമായ മാറ്റമെന്ന് പറയുന്നത്, ഞാൻ വളരെ ദേഷ്യമുള്ള ഒരാളായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എനിക്ക് വലിയ ദേഷ്യമായിരുന്നു. ഉടമ്പടി എടുത്ത് 1-2 പുതുക്കലിലൊന്നും എനിക്ക് വ്യത്യാസമൊന്നും വന്നില്ല. പതിയെ ആ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളൊരു കഴിവ് അതെനിക്കില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ, പിന്നെ ഞാനെന്തിനാണ് അവരോട് ക്ഷമിക്കുന്നതെന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. തന്നെ ദ്രോഹിച്ചവരെ പോലും ഈശോ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരിയായ നമുക്ക് എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് ക്ഷമിക്കുവാനുള്ള കൃപ ഈശോയോട് ഞാൻ യാചിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു ഞാൻ. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവുക, പെട്ടെന്ന് കുർബാന കാണുക, തിരിച്ചു വരിക, അങ്ങനെയുള്ള എന്നിൽ നിന്നും ദിവസേന വിശുദ്ധ കുർബാന കാണാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടായി. അത് ഞാൻ നിയോഗത്തിൽ എഴുതിയതാണ്, എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണണം, അതിനൊരു തടസ്സവും ഉണ്ടാകരുത് എന്ന്. കാരണം എനിക്ക് കൂടുതൽ നിന്നെ സ്നേഹിക്കണം. കാരണം ഇപ്പോൾ എന്താണെന്നറിയത്തില്ല, ഞാൻ വിശുദ്ധ കുർബാന കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം വരും. അതുപോലെ കുരിശിൻ്റെ വഴിയൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ നടന്ന സമയത്ത് എനിക്കറിയില്ല, ആ ജപമാല ചൊല്ലിക്കൊണ്ട് നമ്മൾ ആ പോകുന്ന സമയങ്ങളിലെല്ലാം എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെനിക്ക് മനസ്സിലായി, ഞാൻ ഈശോയോട് കൂടുതൽ അടുക്കുന്നത് കൊണ്ട് എന്നിൽ വന്ന മാറ്റമാണ് എന്ന് മനസ്സിലായി. പിന്നീട് ഞാൻ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ എന്നെ തന്നെ സ്വയമേ പരിശോധിക്കാറുണ്ട്. എന്നിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, ആ കുറവുകൾ ഞാൻ നികത്തേണ്ടതായിട്ടുണ്ടോ. അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ അൾത്താരയിൽ ഒരു ചേച്ചി വന്നിരുന്ന സാക്ഷ്യം പറഞ്ഞു. അവരുടെ ചേട്ടത്തിയുടെ ഭർത്താവിനോട് അവർ 1.5 വർഷമായി മിണ്ടിയിട്ട്, അതുകൊണ്ടാണ് അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ എന്തോ തടസ്സമുള്ളതുപോലെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനും ആലോചിച്ചത്, ശരിയാണ്, ഞാൻ എൻ്റെ പപ്പായുടെ പെങ്ങളോട് മിണ്ടിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി. പേഴ്സണലായിട്ട് പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷെ ഞാനത് ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ തന്നെ അവരെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അന്ന് തന്നെയാണ് എനിക്ക്, അതിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് മാതാവിൻ്റെ ഹൃദയം കാണുവാനും ഇടയായത്. അത് മാതാവ് എന്നിൽ ചെയ്ത ഒരു വലിയൊരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അവരുടെ നിയോഗങ്ങളെക്കുറിച്ച് മനസ്സറിഞ്ഞ് ചെയ്യുവാനോ ഉള്ളൊരു കൃപയൊന്നും എനിക്കില്ലായിരുന്നു. അതെല്ലാം തന്നത് എൻ്റെ ഈശോയും മാതാവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൊതിച്ചോറ് വാങ്ങി എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നീട് ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ രാവിലത്തെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. പക്ഷേ അവിടുന്ന് അവർ പറഞ്ഞു, അങ്ങനെ പുറത്തു നിന്നുള്ള ഫുഡ് അവർക്ക് അലൗഡ് അല്ല, അവിടെ വേറെ ആൾക്കാർ സന്നദ്ധ സംഘടനകൾ കൊണ്ടുവരുന്നത് കൊണ്ട് നിങ്ങളങ്ങനെ ഫുഡ് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് നിർത്തിയത്. പിന്നീട് ഞങ്ങളുടെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും അവരോട് പോയി കുറച്ച് നേരം ഒന്ന് സംസാരിക്കാനും ഒക്കെ ഞങ്ങൾ തയ്യാറായി.
ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രം വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് നന്നായി ആദ്യം വായിക്കും. ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചുമ്മാ പത്രം കൊടുക്കരുത്, അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ വായിക്കേണ്ടതാണ്. അപ്പം ഞാനത് നന്നായിട്ട് എടുത്തു വെച്ച് ഞാൻ വായിക്കും. വായിച്ചതിന് ശേഷം അത് കൊടുക്കാനുള്ള പത്രങ്ങളിലെല്ലാം തൈലം തൂത്ത് ഉപ്പിട്ട് വിതറി പ്രാർത്ഥിച്ച് ഒരു നിമിഷവും ഒരു കൊന്ത അവർക്ക് വേണ്ടിയിട്ട് ചൊല്ലും. എന്നിട്ട് പറയും, മാതാവ് ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ മാത്രമേ എത്താവുള്ളൂ, അനർഹരുടെ കൈകളിലൊന്നും എത്താൻ ഇടയാക്കരുത്. പിന്നെ പറയും, മാതാവി നിന്നെ തള്ളിപ്പറയുന്നവരുടെ കൈകളിലൊന്നും ഇതെത്തരുത്, കാരണം അത് ചിലപ്പോൾ എനിക്ക് താങ്ങാനുള്ള ശേഷി എനിക്ക് കാണത്തില്ലെന്ന് പറഞ്ഞ് അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കുടുംബത്തോടു കൂടിയാണ് പത്രം കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. ഞങ്ങൾ ഈ കുഞ്ഞിനെയും എൻ്റെ മൂത്ത കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, വീട്, കുറേ ദൂരമുള്ള വീടുകൾ, അടുത്ത്, അങ്ങനെ കുറേ അടുത്തൊക്കെയാണ് ഞങ്ങൾ പത്രം കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്. ഈ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈശോയിലൂടെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാം പറയുവാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി. ഇനിയും വരും ജീവിതത്തിലും ഈ ഉടമ്പടിയിൽ ജീവിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. നിത്യതയിൽ മാതാവിൻ്റെ കരം പിടിച്ച് ഈശോയിലേക്ക് എത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകോടി നന്ദി.